ദീപിക പത്രത്തിനും സഭാ നേതൃത്വത്തിനും എതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ്. ചില മെത്രാൻമാർ വൃത്തികെട്ട പണിയാണ് ചെയ്യുന്നത്. ബോധവും വിവരവുമില്ലാത്ത പണിയാണ് മെത്രാൻമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ചില മെത്രാൻമാർ പോക്കിത്തരം പറയുന്നു എന്നും വിദേശത്ത് നിന്നും സ്വീകരിക്കുന്ന പണത്തിന്റെ കണക്ക് കാണിക്കുന്നതിന് എന്താണ് കുഴപ്പമെന്നും പി.സി. ജോർജ് ചോദിച്ചു. ദീപിക പത്രം വായിക്കുന്നവർക്ക് വട്ടാണെന്നും ഇത്രയും നാണം കെട്ട ഒരു പത്രം ഉണ്ടാകില്ലെന്നും പി.സി. ജോർജ് പറഞ്ഞു. ആ പത്രം വായിക്കരുതെന്ന് നിയമസഭയിൽ അടക്കം താൻ പറഞ്ഞിട്ടുണ്ടെന്നും പി.സി. ജോർജ് പറഞ്ഞു. നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് അയാളൊരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നത്. പക്ഷെ അയാളെന്താ ഇത് മടങ്ങളിലെല്ലാം വിളിച്ച് UDP വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? മര്യാദയാണോ? അതുപോലെ അയാൾക്ക് എന്താ അവകാശം? നാണം കെട്ടവന്മാർ ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഇങ്ങനെ മെത്രാന്മാരെ തള്ളിപ്പറയും. ഒരു സംശയം വേണ്ട. ഒരു പട്ടം കിട്ടിയാൽ അയാൾ ചാകുന്നവരെ പട്ടം കിട്ടിയിട്ടുണ്ട്. അച്ഛനാണ് ഒരു മെത്രാനായാൽ ചാകുന്നവരെ മെത്രാനാണ്. അത് മാറ്റാൻ പറ്റുകയില്ല. അതാണ് സഭയുടെ നിയമം. എന്ന് വിചാരിച്ച് ഇവന്മാർ പറഞ്ഞ മുഴുവൻ കേട്ടോണമെന്നൊന്നും സഭയെ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയക്കാരെ ഞങ്ങൾ കാണും. ഞങ്ങളും രാഷ്ട്രീയമായിട്ട് ഇടപെടും. അവരോട് ബഹുമാനമൊന്നും ഞങ്ങൾക്ക് കാണുകയില്ല. അത്രോ വേറെ പ്രശ്നം. പത്രത്തിൽ അതിരൂക്ഷ വിമർശനം ദീപി ഒരു പത്രമാണോ? ഇത്ര നാണം കെട്ടിയ ഒരു പത്രമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അതിന് പത്രം എടുത്തോ? 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. അത്ര തന്തയ്ക്ക് ഉറക്കാത്തവന്മാരാ ദീപിക നടത്തുന്നത്. മനസ്സിലായില്ലേ? വിശദാംശങ്ങളുമായി അജിത് ബാബു ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. അജിത്ത്, ഇത് വിമർശനം മാത്രമല്ല, ഇത് അധിക്ഷേപം തന്നെയാണ്. അത് പത്രത്തെ മാത്രമല്ല, പത്രം വായിക്കുന്നവരെ, അതോടൊപ്പം അതിന് നേതൃത്വം നൽകുന്ന സഭാ നേതൃത്വത്തെ എല്ലാവരെയും അധിക്ഷേപിക്കുകയാണ്. തീർച്ചയായും അത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അത് ഉടനീളം കാണാം. ആ വാക്കുകളുടെ സ്വഭാവമൊക്കെ എത്രത്തോളം മോശമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അധിക്ഷേപങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രശ്നത്തിന്റെ തുടക്കം ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് FCRA വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ദീപികയുടെ മുഖപത്രത്തിൽ ദീപികയിൽ അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. മുഖപ്രസംഗത്തിൽ ഉൾപ്പെടെ വിമർശനം ഉണ്ടാകുന്ന സ്ഥിതിയുണ്ടായി. ഇതിനെതിരെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഷോൺ ജോർജ് രംഗത്ത് വരുന്നത്. കാരണം BJP ഇടപെട്ടാണ് ഈ കാര്യത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറാകുന്ന സമീപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷവും ഇത്തരത്തിലുള്ള വിമർശനം തുടർന്നത് ആരെ സഹായിക്കാനാണെന്നും ചില കോൺഗ്രസ് സർക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇത്തരം പണി ചെയ്യുന്ന നിർത്തണമെന്നുൾപ്പെടെയുള്ള ഷോൺ ജോർജിന്റെ വിമർശനമുണ്ടായി. അതിന് പിന്നാലെ ആ പ്രസ്താവനക്കെതിരെ ഇത്തരത്തിൽ ജോസ് കെ മാണി ഉൾപ്പെടെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ ഭയപ്പെടുത്താൻ നോക്കേണ്ടതില്ല എന്നുൾപ്പെടെയുള്ള പ്രസ്താവനകളാണ് ജോസ് കെ മാണിയുടെ ഭാഗത്തുണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൂഞ്ഞാറിലെ NDA സ്ഥാനാർത്ഥിയായ പി.സി. ജോർജ് അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. അതിൽ പറഞ്ഞ പല കാര്യങ്ങളും നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റായി പറയുന്നതിൽ പ്രശ്നമുണ്ട്. അത്തരത്തിൽ പക്ഷേ അദ്ദേഹം പറയുന്നത് ദീപിക ഒരു പത്രമാണോ? ഇത്ര ഒരു നാണം കെട്ട പത്രം വേറെയുണ്ടോ? കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഉൾപ്പെടെ UDF വോട്ട് ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്തു, മഠത്തിൽ വിളിച്ച് പറഞ്ഞു. പക്ഷേ അത്തരം രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ല. മാത്രമല്ല ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി ഇത്തരത്തിൽ സഭയിലെ പ്രധാനപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞാൽ രാഷ്ട്രീയമായി തന്നെ നേരിടും. അതിൽ ഒരു പരിഗണനയും ഉണ്ടായിരിക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പി.സി. ജോർജ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് പറയാൻ തയ്യാറാക്കി വെച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം FCRയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സഭാ മേലധ്യക്ഷന്മാരെല്ലാം പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് തന്നെ പി.സി. ജോർജ് ഒരു പ്രസ്താവന പറഞ്ഞത് വിവാദത്തിലാകുകയും രൂക്ഷ വിമർശനങ്ങളടക്കം ഉണ്ടാകുകയും ചെയ്തു. പിന്നെ സഭയിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ബിഷപ്പുമാരുൾപ്പെടെ തന്നെ പി.സി. ജോർജിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിരൂക്ഷമായ ഭാഷയിലാണ് പി.സി. ജോർജിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണവും അധിക്ഷേപവും ഉണ്ടാകുന്നത്.